അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അയ്യുഹ തുല്ലാബുൽ അഹിബ്ബ മർഹബൻ ബിക്കും ഇലാ സഫിൻ ജദീദ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒന്നാമത്തെ യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അൽയൗം നദ്ഖുലു ഇലൽ വഹ്ദത്തി സാനിയ. ഇന്ന് നമ്മൾ വഹ്ദത്ത് സാനിയ, മമാന വഹദത്ത് സാനിയ, മാതാ സെക്കൻഡ് യൂണിറ്റ് ആണ് അല്ലേ? സെക്കൻഡ് യൂണിറ്റിലേക്കാണ് കടക്കുന്നത്. മസ്മുഹാദിൽ വഹ്ദ, എന്താണ് ഈ യൂണിറ്റിൻ്റെ പേര്? എന്താണ് അവിടെ കൊടുത്തിട്ടുള്ളത്? എന്താണ് വായിക്കുക? അൽ ഉൽഫത്തു വൽ മഹബ്ബ. എന്താണ്? അൽ ഉൽഫത്തു വൽ മഹബ്ബ. മമാന അൽ ഉൽഫ. എന്താണ് ഉൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്? വൽ മഹബ്ബ. മഹബ്ബ. അൽ ഉൽഫത്തു, ഉൽഫത്ത് ഇണക്കം കേട്ടോ, ഇണക്കത്തിനാണ്, പരസ്പര ഇണക്കത്തിനാണ് ഉൽഫത്ത് എന്ന് പറയുന്നത്. വൽ മഹബ്ബത്ത്, മഹബ്ബത്ത് എല്ലാവർക്കും അറിയുമായിരിക്കും. എന്താണ് മഹബ്ബത്ത്? സ്നേഹം അല്ലേ, ഇഷ്ടം, പരസ്പര സ്നേഹത്തിനാണ് മഹബ്ബത്ത് എന്ന് പറയുന്നത്. അൽ ഉൽഫത്തു വൽ മഹബ്ബ, അതാണ് നമ്മുടെ യൂണിറ്റിൻ്റെ പേര് അല്ലേ? ആരുടെ ഇണക്കത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചൊക്കെ ആയിരിക്കും നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കാൻ പോകുന്നത്. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക്? ഇൻഷാ അല്ലാഹ് നമ്മുടെ പാഠം തുടങ്ങുന്നതിന് മുമ്പായിക്കൊണ്ട്, നമ്മുടെ യൂണിറ്റ് തുടങ്ങുന്നതിന് മുമ്പായിക്കൊണ്ട് ടീച്ചർ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം കേട്ടോ. കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഓക്കെ, ടീച്ചർ കഥ പറഞ്ഞുതരാം. ഒരിടത്ത് ഒരു പാവപ്പെട്ട അച്ഛനും മകളും ജീവിച്ചിരുന്നു. ആരാണ്? ഒരു അച്ഛനും മകളും ജീവിച്ചിരുന്നു. അച്ഛന് കാര്യമായിട്ട് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഈ മകളാവട്ടെ ഒരു ഹാർട്ട് പേഷ്യൻറ്റുമായിരുന്നു കേട്ടോ. ഹാർട്ട് പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹാർട്ടിന് സുഖമില്ലാത്ത അല്ലേ, ഒരു ഹൃദയ സംബന്ധമായ രോഗിയായിട്ടുള്ള കുട്ടിയായിരുന്നു എന്നാണ്. അങ്ങനെ എല്ലാ ദിവസവും വൈകുന്നേരം ഈ അച്ഛൻ മകളെയും കൊണ്ട് പുറത്തിറങ്ങും. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? മകളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ ഈ മകളെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങും. അങ്ങനെ ഒരു ദിവസം അച്ഛന് മകളെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഈ മകൾ അച്ഛനോട് ചോദിക്കുകയാണ്, അച്ഛാ, എൻ്റെ അടുത്ത ബർത്ത്ഡേക്ക്, എൻ്റെ 10ാമത്തെ ബർത്ത്ഡേക്ക് അച്ഛൻ എന്താണ് എനിക്ക് സമ്മാനമായി തരിക എന്ന് ചോദിക്കും. ഇത് കേൾക്കുന്ന സമയത്ത് അച്ഛൻ എന്ത് ചെയ്യുന്നില്ല? പ്രത്യേകിച്ച് മറുപടിയൊന്നും പറയുന്നില്ല. കാരണം അച്ഛൻ ചിന്തിക്കുന്നത് എന്തായിരിക്കും? ഒരു ജോലിയുമില്ലാത്ത ഞാൻ എന്ത് സമ്മാനമാണ് അവൾക്ക് നൽകുക എന്നായിരിക്കും ആ അച്ഛൻ ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക അല്ലേ? അങ്ങനെ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞു. ഈ കുട്ടിയുടെ 10ാമത്തെ ബർത്ത്ഡേ ആവാറായി. ബർത്ത്ഡേയുടെ തലേ ദിവസം ഈ കുട്ടിക്ക് പെട്ടെന്ന് സുഖമില്ലാതാവുകയും അവളെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. കുട്ടിയെ പരിശോധിച്ച ഡോക്ടർ പറഞ്ഞു, എത്രയും പെട്ടെന്ന് കുട്ടിക്ക് സർജറി ചെയ്യണം, ഓപ്പറേഷൻ ചെയ്യണം, അല്ലെങ്കിൽ കുട്ടി മരണപ്പെട്ടു പോകുമെന്ന് പറഞ്ഞു. ഇത് കേട്ട അച്ഛന് വളരെ വിഷമമായി. അച്ഛൻ ഉറക്കെ കരയാൻ തുടങ്ങി. ഇത് കണ്ട മകൾ ചോദിക്കുകയാണ്, അച്ഛാ, ഞാൻ മരിക്കാറായിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന സമയത്ത് അച്ഛൻ പറയാണ്, ഇല്ല മോളെ, നിനക്കൊന്നും സംഭവിക്കില്ല. മകൾ ചോദിക്കും, അച്ഛൻ എങ്ങനെ ഇത്ര ഉറപ്പിച്ച് പറയാൻ പറ്റും എനിക്കൊന്നും സംഭവിക്കുകയില്ല എന്ന്? ഇത് കേട്ട അച്ഛൻ ഒന്നും മിണ്ടാതെ റൂമിൽ നിന്നും പുറത്തേക്ക് പോകും. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം ഈ മകളുടെ സർജറിയൊക്കെ കഴിഞ്ഞു. മകൾക്ക് അസുഖമൊക്കെ സുഖമായി. പക്ഷേ സർജറി കഴിഞ്ഞതു മുതൽ അവൾ അവളുടെ അച്ഛനെ തിരയുന്നുണ്ടായിരുന്നു. പക്ഷേ അവളുടെ അച്ഛനെ അവൾക്ക് അവിടെ എവിടെയും കാണാൻ സാധിച്ചില്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലെത്തിയ മകൾ അച്ഛനെ തിരഞ്ഞു. പക്ഷെ അവിടെയും അച്ഛനെ കാണാൻ പറ്റിയില്ല. പകരം അച്ഛൻ എഴുതി വെച്ചൊരു കത്ത് അവൾക്ക് അവളുടെ കട്ടിൽ നിന്നും കിട്ടി. ഇത് വായിച്ചു നോക്കിയ അവൾ കരയുവാൻ തുടങ്ങി. അതിൽ ഇങ്ങനെയായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്, പ്രിയപ്പെട്ട മകളെ, നിനക്ക് ഈ കത്ത് വായിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ നിൻ്റെ അസുഖങ്ങളൊക്കെ സുഖമായി നീ ഇവിടെ ജീവിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നിൻ്റെ 10ാമത്തെ ബർത്ത്ഡേക്ക് നൽകുവാൻ ഈ അച്ഛൻ്റെ കയ്യിൽ ഇതല്ലാതെ മറ്റൊരു സമ്മാനം ഉണ്ടായിരുന്നില്ല. അച്ഛൻ പോവുകയാണ്. ഇത്രയായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. ഇത് വായിച്ച ആ കുട്ടിക്ക് ഒന്നും തന്നെ മനസ്സിലായില്ല. അവൾ എത്രയും വേഗം അവളുടെ സർജറി ചെയ്ത ഡോക്ടറുടെ അടുത്തേക്ക് പോയി ഡോക്ടറോട് ചോദിച്ചു, എൻ്റെ അച്ഛൻ എവിടെ? ഡോക്ടർ പറഞ്ഞു, ഈ ലോകത്തിലെ ഒരു അച്ഛന് മകൾക്ക് ബർത്ത്ഡേ സമ്മാനമായി നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം നൽകിക്കൊണ്ടാണ് നിൻ്റെ അച്ഛൻ ഈ ലോകത്തിൽ നിന്നും വിട പറഞ്ഞിട്ടുള്ളത്. ഇത് കേട്ട മകൾ ഉറക്കെ കരയുവാൻ തുടങ്ങി. കൂടെ അവളുടെ അച്ഛൻ്റെ ഹൃദയവും അവളുടെ നെഞ്ചിലിരുന്ന് കരയുന്നുണ്ടായിരുന്നു. ഇതാണ് ടീച്ചർ പറഞ്ഞ കഥ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എന്താണ് നമുക്ക് ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്?
ഒരു അച്ഛനും ഒരു മകളും തമ്മിലുള്ള ആത്മാർത്ഥമായ സ്നേഹത്തെക്കുറിച്ചാണ് അല്ലേ. എന്തിനായിരിക്കും ടീച്ചർ ഈ കഥ പറഞ്ഞിട്ടുണ്ടായിരിക്കുക? നമ്മുടെ യൂണിറ്റിൻ്റെ പേരെന്തായിരുന്നു? അൽ ഉൽഫത്തു വൽ മഹബ്ബ എന്നായിരുന്നു അല്ലേ. പരസ്പര ഇണക്കവും സ്നേഹവും എന്നായിരുന്നു. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ പാഠം, യൂണിറ്റിലെ ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത് അൽ ഉൽഫ എന്ന് പറയുന്നൊരു ഹിക്കായാണ്. നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് കടക്കാം അല്ലേ. അതിന് മുമ്പായിട്ട് അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കൂ. ഹുനാക സൂറത്തുൻ ഫി സൂറത്തി മൻ, ആരൊക്കെയാണ് ചിത്രത്തിലുള്ളത്? അൽ അബു വൽ ഉമ്മു വൽ ജദ്ദു വൽ ജദ്ദത്ത് അല്ലേ. വഹും യജ്ലിസൂന അലൽ മഖാദ്, അവരെവിടെയാണ് ഇരിക്കുന്നത്? ഒരു സീറ്റിലാണ് ഇരിക്കുന്നത് അല്ലേ. ഹുനാക്കൽ ഔലാദ് വഹും യൽഅബൂൻ, അവിടെ കുറച്ച് കുട്ടികളൊക്കെ വഹും അവരെന്താ ചെയ്യുന്നത്? യൽഅബൂൻ, അവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്താണ് ഉമ്മയും ഉപ്പയും വല്യമ്മയും വല്യപ്പയും കൂടെയൊക്കെ ചെയ്യുന്നത്? വഹും യതകല്ലമൂൻ, അവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ. മഅസ്സുറൂർ, സന്തോഷത്തോട് കൂടിയിട്ട്. അതുപോലെ തന്നെ അൽ ഔലാദ് യൽഅബൂന മഅൽ ഫറഹ്, കുട്ടികളെല്ലാവരും കൂടെ വളരെ ഹാപ്പി ആയിട്ട് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ചിത്രമാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത് അല്ലേ. ശരി മക്കളെ, നമുക്കിനി നമ്മുടെ പാഠത്തിലേക്ക് കടക്കാം. പേജ് നമ്പർ 27 കേട്ടോ നമ്മുടെ പാഠം വരുന്നത്. മസ്മുഹാദ ദർസ്, എന്താണ് ഈ പാഠത്തിൻ്റെ പേരെന്താണ്? അൽ ഉൽഫ. എന്താണ്? അൽ ഉൽഫ അല്ലേ. ഉൽഫ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ടീച്ചർ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഇണക്കം എന്നാണ് കേട്ടോ. പരസ്പര ഇണക്കത്തിനാണ് ഉൽഫത്ത് എന്ന് പറയുന്നത്. ഒരു ഹിക്കായയാണിത്, ഒരു കഥയാണിത് കേട്ടോ. നമുക്ക് വായിച്ചു നോക്കിയാലോ? ടീച്ചർ വായിച്ചു തരാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. استيقظ فواز في الصباح مبكرا استحم ولبس الملابس الجديدة خرج مع أسرته إلى المطار لاستقبال والده القادم من قطر. انتظر فواز مع أسرته في الصالة ورأى هبوط الطائرة المدرج مباشرة. بعد التخليص الجمركي خرج الوالد من المطار. أسرع فواز إليه وعانقه. ടീച്ചർ അർത്ഥം പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേൾക്കണേ. ഇസ്തയഖല ഫവാസ്, ഇസ്തയഖല മാതാ ഇസ്തയഖല, ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുക. ഇസ്തയഖല ഫവാസ്, ഫവാസ് ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റു. ഫിസ്സബാഹി, രാവിലെ. മുബക്കിറൻ, നേരത്തെ തന്നെ. മുബക്കിറൻ, നേരത്തെ. അങ്ങനെ ഇസ്തഹമ്മ, ഇസ്തഹമ്മ കുളിച്ചു. ലബിസൽ മലാബിസ, ലബിസ ധരിച്ചു. അൽ മലാബിസൽ ജദീദ, പുതിയ വസ്ത്രങ്ങൾ. മൽബസുൻ ജം ആണ്, മലാബിസ് വസ്ത്രങ്ങൾ എന്നാണ് അർത്ഥം. അൽ ജദീദ പുതിയ, പുതിയ വസ്ത്രങ്ങൾ ധരിച്ചു. അങ്ങനെ ഖറജ മഅ ഉസ്റതിഹി, ഖറജ പുറപ്പെട്ടു. ഖറജ മഅ ഉസ്റതിഹി, ഉസ്റത്ത് മമാന ഉസ്റത്ത് കുടുംബം അല്ലെ. ഉസ്റതിഹി തൻ്റെ കുടുംബത്തോടൊപ്പം പുറപ്പെടുകയും ചെയ്തു. ഇല ഐൻ, എങ്ങോട്ടായിരിക്കും? ഇലൽ മത്തോർ, എങ്ങോട്ടാണ്? എയർപോർട്ടിലേക്ക് അല്ലേ. എയർപോർട്ടിലേക്ക് തൻ്റെ കുടുംബത്തോടൊപ്പം പുറപ്പെട്ടു. എന്തിനു വേണ്ടിയായിരിക്കും? ലിസ്തിഖ്ബാലി വാലിദിഹി, തൻ്റെ പിതാവിനെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട്. ലിസ്തിഖ്ബാലി, ഇസ്തിഖ്ബാലി സ്വീകരിക്കുക. വാലിദിഹി തൻ്റെ, അവൻ്റെ പിതാവിനെ. അൽ ഖാദിമു മിൻ ഖത്തർ, ഉപ്പ എവിടെ നിന്നാണ് വരുന്നത്? ഖത്തറിൽ നിന്നും വരുന്ന തൻ്റെ പിതാവിനെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് കുടുംബത്തോടൊപ്പം ഫവാസ് എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു എന്നാണ്. അടുത്ത പാരഗ്രാഫ് നോക്കൂ. ഇൻതലറ ഫവാസ്, ഫവാസ് ഇൻതലറ കാത്തിരിക്കുക അല്ലെ, പ്രതീക്ഷിച്ചിരിക്കുക എന്നാണ്. മാ ഉസ്റതിഹി, തൻ്റെ കുടുംബത്തോടൊപ്പം. മാമൻ മാ ഉസ്റതിഹി, തൻ്റെ കുടുംബത്തോടൊപ്പം. അയിന, എവിടെയാണ് കാത്തിരിക്കുന്നത്? ഫിസ്സോലത്തി, സോലത്ത് ഹാള്. നമ്മൾ എയർപോർട്ടിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഹാളുണ്ടല്ലോ, അതാണ് സോലത്ത് എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ അവൻ കണ്ടു. വജദ, അവൻ കണ്ടു. ഹുബൂത്ത് തോയിറത്തി, ഹുബൂത്ത് തോയിറത്തി എയറോപ്ലെയിൻ ലാൻഡ് ചെയ്യുന്നത്. ഹുബൂത്ത് എന്ന് പറഞ്ഞാൽ ലാൻഡ് ചെയ്യുന്നതാണ്. എവിടെ? അൽമദ്റജ, അതിൻ്റെ റൺവേയിൽ. എയറോപ്ലെയിൻ ലാൻഡ് ചെയ്യുന്ന സ്ഥലം ഉണ്ടല്ലോ, അതാണ് റൺവേ അല്ലേ, ആ ട്രാക്ക്. അവിടെ ലാൻഡ് ചെയ്യുന്നത് അവൻ കണ്ടു. മുബാഷറത്തൻ, നേരിട്ട് കണ്ടു എന്നാണ്. ഡയറക്റ്റായിട്ട് അവൻ അത് കണ്ടു എന്നാണ്.
അങ്ങനെ ബാദ തൽഖീസുൽ അതായത് കസ്റ്റംസിൻ്റെ പരിശോധന, അതാണ് തഖ്ലീസ് എന്ന് പറഞ്ഞാൽ ശരിക്കും രക്ഷപ്പെടുക എന്നാണ് കേട്ടോ. അത്തഖ്ലീസുൽ ജുംറഖി കസ്റ്റംസിൻ്റെ പരിശോധനയൊക്കെ കഴിഞ്ഞതിന് ശേഷം, അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടതിന് ശേഷം എന്ന് പറഞ്ഞാൽ എന്താ, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, എയർപോർട്ടിൽ ഇറങ്ങുന്ന സമയത്ത് അവിടെ എന്തുണ്ടായിരിക്കും, ബാഗും മറ്റുള്ള നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ചെക്കിംഗ് ഉണ്ടായിരിക്കും അല്ലേ, അതാണ് ജംറക്കി എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഖറജ പുറപ്പെട്ടു അല്ലേ, ഖറജൽ വാലിദു മിനൽ മത്തോറി പിതാവ് ഉപ്പ പ്ലെയിനിൽ നിന്നും പുറത്തേക്ക് വന്നു എന്നാണ്. അങ്ങനെ ഫവാസിലേഹി അത് കണ്ട സമയത്ത് വേഗത്തിൽ പോയി എന്നാണ് കേട്ടോ. ഫവാസ് വേഗത്തിൽ പോയി ഇലേഹി ഉപ്പയുടെ അടുത്തേക്ക്. എന്നിട്ട് എന്താണ് ചെയ്തത്, ആനഖഹു എന്നിട്ട് ഉപ്പയെ അങ്ങോട്ട് ആലിംഗനം ചെയ്തു, അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു എന്നാണ്. ആനക കെട്ടിപ്പിടിക്കുക, ചേർത്ത് പിടിക്കുക എന്നൊക്കെയാണ് ആനക്ക എന്ന് പറഞ്ഞാൽ കേട്ടോ. അങ്ങനെ ഫവാസ് ഉപ്പയെ കണ്ട സമയത്ത് ഓടി ചെന്നിട്ട് എന്ത് ചെയ്തു, ഉപ്പയെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു എന്നാണ് അല്ലേ. ഇനി അതിന് താഴെ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വായിച്ചു നോക്കിയാലോ. മത ഖറജൽ വാലിദു മിനൽ മത്തോർ, അതാണ് ഒന്നാമത്തെ ചോദ്യം അല്ലേ. മത ഖറജൽ വാലിദു എപ്പോഴാണ് ഉപ്പ പുറപ്പെട്ടു വന്നത്, മിനൽ മത്തോർ ഫ്ലൈറ്റിൽ നിന്ന്, എപ്പോഴായിരുന്നു, ആ ഒരു കസ്റ്റംസിൻ്റെ പരിശോധനയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അല്ലേ. എന്തായിരുന്നു നമ്മുടെ പാഠഭാഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്, എന്തായിരുന്നു, ബാദ തൽഖീസുൽ ജുംറക്കി അല്ലേ, കസ്റ്റംസിൻ്റെ പരിശോധനയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഖറജൽ വാലിദു മിനൽ മത്തോർ ഉപ്പ എന്ത് ചെയ്തു, ഫ്ലൈറ്റിൽ നിന്നും പുറത്തേക്ക് വന്നു എന്നാണ്. രണ്ടാമത്തെ ചോദ്യം എന്താണ്, മാമൻ ഖറജ ഫവാസ് ഇലൽ മത്തോർ ആരുടെ കൂടെയാണ് ഖറജ ഫവാസ് പുറപ്പെട്ടത്, ഇലൽ മത്തോർ എയർപോർട്ടിലേക്ക്, ആരുടെ കൂടെയായിരുന്നു, ഖറജ മഅ ഉസ്റതിഹി. കണ്ടല്ലോ എല്ലാവരും, ഖറജ മഅ ഉസ്റതിഹി ഇലൽ മത്തോർ അല്ലേ. ഇനി അടുത്ത ചോദ്യം, ലിമാദ ദഹബ ഫവാസ് ഇലൽ മത്തോർ, ലിമാദ എന്തിനു വേണ്ടിയാണ് ഫവാസ് എയർപോർട്ടിലേക്ക് പോയത്, എന്തിനു വേണ്ടിയായിരുന്നു, അവൻ്റെ ഉപ്പയെ സ്വീകരിക്കാൻ വേണ്ടിയായിരുന്നു അല്ലേ. എന്താണ് നമ്മുടെ പാഠഭാഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്, ലിസ്തിഖ്ബാലി വാലിദിഹി തൻ്റെ പിതാവിനെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് അല്ലേ, അൽ ഖാദിമു മിൻ ഖത്തറിൽ നിന്നും വരുന്ന തൻ്റെ പിതാവിനെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട്, അതാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. എല്ലാവർക്കും 3 ചോദ്യങ്ങളുടെ ഉത്തരം കിട്ടിയല്ലോ അല്ലേ. ഇൻഷാ അല്ലാ നിങ്ങളത് നോക്കിയിട്ട് എഴുതിയെടുക്കണേ. ഓക്കെ, ടീച്ചർ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുകയും ചെയ്യണേ. ഇൻഷാ അല്ലാ പുതിയ ക്ലാസ്സുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.